ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ബ്യൂട്ടി, അതായത് തേക്കടിയിലാണ്. ഇന്ന് ഞങ്ങൾ പോയിരിക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിലാണ്. അത് രാവിലെ തന്നെ ഞങ്ങൾ എത്തിയപ്പോൾ ഇവിടെ 11 മണിക്കത്ത് നമ്മൾക്ക് അതുകൊണ്ടൊക്കെ എൻട്രി പാസ്സാണ് കിട്ടിയത്. നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയിൽ കാണാൻ ഞങ്ങൾ എൻട്രി ചെയ്തിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരുപാട് പ്രതീക്ഷിച്ചാണ് നമ്മൾ വന്നത്. കാരണം വെച്ചാൽ വ്യത്യസ്തമായ മൃഗങ്ങളെ കാണാം എന്നുള്ള പ്രതീക്ഷയിൽ അത് ഞാനും എൻ്റെ കുടുംബവുമാണ്. അതായത് ചന്തുട്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിനു മുമ്പ് അവൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ലച്ചു, എൻ്റെ മകള്, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ്. ശ്രീയും ഉണ്ടായിരുന്നു കൂടെ. വളരെ ഇന്ന് കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. വളരെ കാരണം വെച്ചാൽ നമുക്കാണ് മഴയില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ചൂട് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇവിടെ നല്ല വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയായിരുന്നു. നമ്മൾക്കത് ആസ്വദിക്കാൻ പറ്റി. നമുക്ക് കാരണം വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ് നമ്മളെ എപ്പോഴും വളരെ നമുക്ക് വളരെ മനസ്സിന് കുളിർമ നൽകും. നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല, ഇവിടെ നമ്മുടെ കാട്ടുപന്നി ഈ ഒരു സ്പോട്ടിലായിട്ട് കണ്ടു. ഇവിടെ കാട്ടുപന്നിയെ കണ്ടായിരുന്നു. പക്ഷേ വണ്ടി പോകുന്ന സ്പീഡ് കൊണ്ട് അവർ അവിടെ ആ സ്പോട്ടിൽ നിർത്തിയില്ലായിരുന്നു. പക്ഷേ നല്ലൊരു കണക്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് പന്നി, ഇപ്പം ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്കറിയാമല്ലോ, നമ്മളൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഓരോരോ മൃഗങ്ങളെ നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ കൂടുതലായിട്ടും കണ്ടത് കാട്ടുപന്നിയും അതുകൊണ്ടൊക്കെ തന്നെ, അതായത് കുരങ്ങ്, അതായത് ഈ നമ്മുടെ സിംഹവാലൻ കുരങ്ങിനോണൊക്കെ ഇവിടെ ശരിക്കുണ്ട്. ഇവിടെ അത് നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ കുറവാണ് സിംഹവാലൻ കുരങ്ങ്. പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ആ ഒരു ഇത് ഞങ്ങൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഇതുകൊണ്ടൊക്കെ ഇവിടെ ആനയെ കാണാമെന്നൊക്കെയാണ് ചന്തു പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തുവിനോണക്ക് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പെരിയാർ ടൈഗർ റിസർവിൽ ആനയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അതപ്പം നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോയത്. പക്ഷേ നമ്മൾ ആനയെ കാണും എന്നുള്ള പ്രതീക്ഷയിൽ പോയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് കാണാം, ഇവിടുന്ന് കാണിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ഫീസ് ഇല്ല. എൻട്രി ഫീസ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ടിന് അറൗണ്ട് 75 റുപ്പീസും, അതുകൊണ്ടൊക്കെ തന്നെ കിഡ്സിനാണെങ്കിൽ 10 years എബോവ് 10 ഐ തിങ്ക് 45 റുപ്പീസുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ 4 പേര് വേണ്ട ഏകദേശം ഒരു 250 അറൗണ്ട് 250 ഒരു എമൗണ്ടാണ് വന്നത്. പിന്നെ നമുക്കവിടെ ബോട്ട് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു. ബോട്ട് സർവീസ് ഞങ്ങൾ കയറിയില്ല. കാരണം കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 1:15 നമ്മളൊരു 11:45 എത്തിയത്. അപ്പോൾ ബോട്ട് സർവീസ് നമുക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾക്കിങ്ങനെ അപ്പം അവിടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. കാരണം നിങ്ങൾക്ക് കാഴ്ചകൾ കാണാം. കാരണം നല്ലൊരു നല്ല കാറ്റ്, നല്ല ഇതുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു ചൂട് ഇവിടെ ഒട്ടും നമ്മുടെ നാട്ടിലെ കൂട്ട ആ ഒരു ചൂട് ഇവിടെ നമുക്ക് അറിയാനേ പറ്റുന്നില്ല. നമ്മൾ ആ ഒരു പ്രതീക്ഷ നമുക്കൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാലാവസ്ഥ വളരെ മോശമാണ്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കുന്നു. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അമ്പാടി റിസോർട്ടിലാണ്. അമ്പാടി റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഗർ റിസർവിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇതിനു മുമ്പ് 2021 ഞാനിവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അന്ന് ചന്തൂട്ടിക്ക് ഏകദേശം ഒരു 5 വയസ്സും 6 വയസ്സും ലച്ചുവിന് ഏകദേശം ഒരു 1 വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു ഇവിടെ വന്നത്. പക്ഷേ നമ്മുടെ കോവിഡ് ടൈമിന്. അപ്പോൾ നമ്മൾ വന്നപ്പോഴാണേലും അന്നൊരു ഹർത്താലിൻ്റെ ദിവസമായിരുന്നു വന്നത്. ഇന്നും അതൊരു വളരെ ഒരു സർപ്രൈസ്. അപ്പോൾ ഇന്നും ഹർത്താലിനാണ് ഇവിടെ. കാരണം ഗ്യാസിൻ്റെ വില കൂടിയത് പ്രതീക്ഷിച്ച് ഇന്നിവിടെ ഹർത്താലായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ ഫുള്ള് ടൈഗർ റിസർവിൻ്റെ അകത്തുള്ള ആ ഫോറസ്റ്റ് കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വളരെ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു ഇവിടെ. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മളിവിടെ ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അമ്പാടി റിസോർട്ട് ചൂസ് ചെയ്യുക. കാരണം നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റിസോർട്ടാണ്. അതുകൊണ്ടൊക്കെ നമ്മുടെ ഈ ഒരു, അതായത് തേക്കടി ആ ഒരു ഒരു ഫോറസ്റ്റിൻ്റെ അതുകൊണ്ടൊക്കെ ഒരു നേച്ചറാണ് ഇവിടെ നമ്മൾക്ക് ഇരിക്കുമ്പോൾ തന്നെ. ഈവനിങ് കാരണം മലയണ്ണാൻ്റെ ചാട്ടവും അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് സിംഹവാലൻ കുരങ്ങനെ കാണാനും കഴിയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കൊണ്ടുവന്നത്, ഇന്ന് ഹർത്താലായതുകൊണ്ട് നമ്മൾ ഫുഡ് കൊണ്ടുവന്നത് പ്രിപ്പയർ ചെയ്ത് ഫുഡ് കൊണ്ടുവന്ന് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയപ്പോൾ സിംഹവാലൻ കുരങ്ങനെ ചാടുന്നു. അതും നമുക്കൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അറിയാമല്ലോ, തേക്കടി വരുമ്പോൾ നമ്മൾക്ക് മൃഗങ്ങളെ കാണുക, നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടി ഫീൽ ചെയ്യുക, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ഫീൽ നമുക്കിവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുക അമ്പാടി റിസോർട്ട്. വളരെ വ്യത്യസ്തമായ നിങ്ങൾക്കൊരു അനുഭവമായിരിക്കും ഇവിടെ. അപ്പോൾ നിങ്ങൾ ഫോറസ്റ്റിലെ കാഴ്ചകൾ കാണുക.